നേതൃമാറ്റം പൂർത്തിയായിട്ടും കോൺഗ്രസിൽ അതൃപ്തി പുകയുകയാണ്. നേതൃമാറ്റ തീരുമാനത്തിൽ ഇടഞ്ഞ കെ സുധാകരൻ ദില്ലിയിലേക്കില്ല. AICC വിളിച്ചു ചേർത്ത യോഗത്തിലും പങ്കെടുക്കില്ല. കെ സുധാകരൻ കണ്ണൂരിലേക്ക് മടങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. കമലേഷ് തെക്കേക്കാട് തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. കമലേഷ്, കഴിഞ്ഞ ദിവസം തന്നെ ഈ KPCC ഭാരവാഹി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ സണ്ണി ജോസഫിന്റെ ഈ ചുമതല ഏറ്റെടുക്കൽ ചടങ്ങിൽ വലിയ രീതിയിലുള്ള അമർഷം ആ വേദിയിൽ നിന്ന് തന്നെ വിമർശനങ്ങളായും ഒളിയമ്പുകളായും നേതാക്കളടക്കം കെ സുധാകരൻ അടക്കം പറഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണോ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് കെ സുധാകരൻ എത്തിച്ചേർന്നത്? വിനിഷ, തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് കോൺഗ്രസിനകത്ത് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന വേളയിൽ നമ്മൾ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട ചടങ്ങ്, അതായത് ഈ പുതിയ KPCC അധ്യക്ഷനായി സണ്ണി ജോസഫ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ ഉൾപ്പെടെ നേതാക്കളെല്ലാം തന്നെ വലിയ തരത്തിൽ ഈ അവർക്കിടയിലെ അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്ന നിലയിലേക്കുള്ള പ്രസംഗങ്ങളാണ് നേതാക്കളെല്ലാം നടത്തിയിട്ടുള്ളത്. ആ ഒരു എതിർപ്പ്, പല കാര്യങ്ങളിലുമുള്ള എതിർപ്പ് പരസ്യമായി ആ യോഗത്തിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കെ സുധാകരൻ പറഞ്ഞത് ഈ AICC വിളിച്ചു ചേർത്ത ഡൽഹിയിലെ ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ്. എന്നാൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സുധാകരൻ ഇതിനോടകം തന്നെ കണ്ണൂരിലേക്ക് മടങ്ങിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള എതിർപ്പ് കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തീരുമാനത്തിനെതിരെ സുധാകരൻ പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. നേരത്തെ തന്നെ, അതായത് അത്തരത്തിൽ ഒരു ചർച്ചയും ഹൈക്കമാൻഡ് തന്നോട് നടത്തിയിട്ടില്ല. താൻ ഒരിക്കലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വരില്ല, മാറാൻ തന്നോട് ആരും ആവശ്യപ്പെട്ടിട്ടില്ല, താൻ മാറുകയുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധമാണ് ആ തീരുമാനം വരുന്നതിൻ്റെ തൊട്ട് തലേനാൾ വരെ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിന് ഘടകവിരുദ്ധമായ ഒരു തീരുമാനം ഹൈക്കമാൻഡ് ഭാഗത്തു നിന്നും വരികയും ചെയ്തു. എന്നാൽ അത് വിശ്വസിക്കാനാവാത്ത നിലയിലേക്കുള്ള ഒരു പ്രതികരണമാണ് അപ്പോഴെല്ലാം സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒറ്റക്കെട്ടായി കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് നേതാക്കളെല്ലാം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അങ്ങനെയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. വലിയ തരത്തിലുള്ള അതൃപ്തി തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിനകത്ത് പുകയുന്നത്. അത് സുധാകരനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. മറ്റ് നിരവധിയായ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ തീരുമാനത്തിനെതിരെ ഹൈക്കമാൻഡിൽ നിന്നും ഇത്തരമൊരു നേതൃമാറ്റ ചർച്ചകൾ ഉണ്ടാവുകയും അത്തരമൊരു തീരുമാനം വരികയും ചെയ്തതിനെതിരെയാണ് MP-മാരടക്കം നേരത്തെ സംസാരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. MP-മാരോടൊന്നും ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഹൈക്കമാൻഡ് നടത്തിയിട്ടില്ല, ഈ നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നൊരു വിമർശനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഏതായാലും ഈ അതൃപ്തി തുടർന്ന് തന്നെ പോവുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ ഡൽഹിയിലേക്ക് സുധാകരൻ പോകുന്നില്ല. ഒരു പ്രധാനപ്പെട്ട യോഗമാണ് AICCയുടെ നേതൃത്വത്തിൽ അവിടെ ചേരുന്നത്. അതിൽ MP-മാരായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാർ, നിലവിലെ ഭാരവാഹികളെല്ലാം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. മുൻ KPCC അധ്യക്ഷനാണ്, അതുപോലെ തന്നെ CWC കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ് നിലവിൽ, സ്ഥിരം ക്ഷണിതാവ് കൂടിയാണ് നിലവിൽ കെ സുധാകരൻ. പക്ഷേ എന്നിട്ട് കൂടി അദ്ദേഹത്തിന് ക്ഷണമുണ്ടായിട്ട് കൂടി ആ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കെ സുധാകരനുള്ളത്. അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള മുതിർന്ന മറ്റ് പല നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുക്കപ്പെട്ട വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റുമാരടക്കം മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെല്ലാം ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ സുധാകരൻ ഇതിൽ നിന്നും വിട്ടു തന്നെ നിൽക്കുകയാണ്. അതൃപ്തി പരസ്യമാക്കി തന്നെ അദ്ദേഹം നിലപാട് സ്വീകരിക്കുകയാണ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ ഹൈക്കമാൻഡും സംസ്ഥാന നേതൃത്വവും കൈക്കൊണ്ടെങ്കിലും അതൊന്നും ഫലവത്തായില്ല. അത് പാഴ്ശ്രമങ്ങൾ മാത്രമായി തുടരുന്നു എന്നതാണ് നിലവിലെ ഈ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും തിരുവനന്തപുരത്തുണ്ടായിരുന്ന സുധാകരൻ ഇന്ന് രാവിലെയോടെ കണ്ണൂരിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. വിനുഷ.